ഹലോ പോലീസ് സ്റ്റേഷൻ. ശവം പൊങ്ങിന്നോ? എവിടെ? പാലത്തിനടിയെന്ന് വെച്ചാ അക്കരയോ അത് ഇക്കരയോ? എന്നാലേ നമ്മുടെ അതിർത്തി പെടില്ല. അത് കുന്നമംഗലം സ്റ്റേഷനിൽ പറ. എന്താ സാർ? ചാലപ്പുഴ പാലത്തിനടിയിൽ ശവം പൊങ്ങിന്ന്. ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് എന്നെ പൊറുതിമുട്ടിരിക്കുക. അപ്പോഴാ ചത്തവന്റെ പുറകെ പോവാൻ നേരം. അല്ല പിന്നെ വൈദവൈ നമ്മളെന്താ പറഞ്ഞു വന്നേ? സകല മുക്കും മൂലയും അരിച്ചു പറക്കണം. യാതൊരു കാരണവശാലും അവന് ഈ അതിർത്തി കടക്കാൻ പാടില്ല എന്നാണ് SP ഓർഡർ. എന്തു വേണം? സർ, ഞാൻ മായയുടെ ഒരു ബന്ധുവാണ്. മായോ? ഏത് മായ? ഓ, ആ കാറുമുട്ടി ആശുപത്രി കടന്ന കൊച്ചല്ലേ? അതിനെന്ത് വേണം? സർ, ഒരു ഉറുമ്പിനെ പോലും അവൾ നോച്ചിട്ടില്ല. എന്നിട്ടും ആരാണ് സാർ അവളെ കൊല്ലാൻ നടക്കുന്നത്? എന്തിനാണ് സാർ? അയ്യോ വേണ്ട, ആ വക ചോദ്യങ്ങളൊന്നും കയറി ചോദിക്കില്ലേ. അതൊക്കെ അവനോട് തന്നെ പോയി ചോദിച്ചാ മതി. മായ ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നതല്ലേ? എടോ, അതിന് ഞാനെന്ത് വേണമെന്നാ? കംപ്ലൈന്റ് തന്നെങ്കിൽ അന്വേഷണം വഴി പോലെ നടക്കും. എടോ, അവൻ അവളെ കാറ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചല്ലേ ഉള്ളൂ, കൊന്നില്ലല്ലോ. എന്നാൽ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് നൂറുകണക്കിന് ആളുകളെ കാറിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ഈ നാട്ടിലെത്തിയിട്ടുണ്ട്. അവന്റെ പുറകിലാ ഞങ്ങളിപ്പോ. ഇതാ കണ്ടോ, ഡൽഹി പോലീസിന് പോലും പിടികിട്ടാ പുള്ളിയായ ആംബ്രോസ് ആറ്റംബ്രോ. ഇന്നത്തെ ദിവസം പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവനും അവനെ കൊടുക്കാനുള്ള നട്ടോട്ടത്തിലാ. മറ്റവനെ നമുക്ക് നാളെ നോക്കാം. അതുവരെ ആ പെണ്ണിനെ ഒന്ന് സൂക്ഷിച്ചാ മതി. എന്നാ സാധിച്ചല്ലേ? നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുമെന്നാ ഇപ്പൊ എന്റെ ഭയം. വേണ്ട, അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇപ്പോഴും ഇല്ല. പക്ഷെ നിന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിന് കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇറങ്ങിത്തിരിച്ചതല്ലേ, ഇനി അത് പൂർത്തിയാക്കാതെ ആംബ്രോസ് മടങ്ങില്ല. പക്ഷേ എങ്ങനെ? പോലീസിന്റെ കണ്ണിൽ വിഷ്ണു ഇപ്പോൾ മായയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം. ബലം പ്രയോഗിച്ചായാലും അവളെ ഇവിടെ കൊണ്ടുവരണം. ഒരു ഈച്ച പോലും അറിയാതെ, പോലീസിന് ഊഹിക്കാൻ പോലും കഴിയാത്ത ഈ കുന്നിന്റെ നെറുകയിൽ അവൾ എന്നേക്കുമായി മാഞ്ഞു പോകും. ഒപ്പം താൻ സേഫ് ആകുകയും ചെയ്യും. ചെല്ല്. വിഷ്ണു, കടമെടുത്ത ഈ നമ്പറും നമുക്കിനി വേണ്ട. അതങ്ങ് മാറ്റിയേക്ക്. ഓക്കെ. ഇത് കണ്ട ഒരു ഭാഗ്യവിധിനെ പോലുണ്ടല്ലോ. അതെ, കുമാരേട്ടനുള്ളതുകൊണ്ട് യക്ഷികളാരും അടുക്കില്ല. മയറിഞ്ഞു. എന്നാ നിങ്ങൾ കയറിക്കോ, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. അതിനിടയിൽ അയാളുടെ ഒടുക്കത്തെ തീറ്റ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാൻ പറ്റുമോ? മതി, തൊള്ള തുറക്കാതെ പോയി എന്തെങ്കിലും മേടിച്ചോളൂ. പിന്നെ ആ വക്കീല് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവൻ പോലീസിന്റെ പിടിയിലാവുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണം. ഓ, ആ എന്താ വൈകുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറും 2 ദിവസം. മുതലാളി അറിയാതെയാ തരുന്നത്. അതും ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. ദാ താക്കോൽ, കേറിക്കോ. ഞാനും പോയി ഭാര്യയും കുഞ്ഞുങ്ങളെന്ന് കണ്ടിട്ട് നാളെ വരാം. പിന്നെ പോകുമ്പോഴേതുപോലെ വൃത്തിയായി തന്നെ ഇട്ടേക്കണം. ഇതുപോലെയല്ലേ? ഇട്ടേക്കാം. ഇത് ശരിക്കൊരു ഭാർഗവി നിലയം തന്നെ. ശരിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. വാ, തുടങ്ങിക്കോ. കുമാരേട്ടൻ തിരിച്ചു വന്നു. ഇത്ര വേഗം? പേടിത്തൊണ്ടനാ. പോലീസിന്റെ നിഴല് കണ്ടപ്പോ പേടിച്ച് ഓടിപ്പോന്നോ. വാല് തുറന്നോട്. മായയല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മായ ഇപ്പൊ വല്ലാത്തൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. സഹായിക്കാനാ ഞാൻ വന്നത്. ഞാനാരാണെന്ന് പറഞ്ഞില്ലല്ലോ. മായയുടെ ഏട്ടനാ ഞാൻ, വിഷ്ണു. ബഹളം വയ്ക്കണ്ട. സഹായിക്കാൻ വരുമ്പോ പേടിക്കാ വേണ്ടത്. മുത്തച്ഛൻ മായയുടെ പേർക്ക് ഒരുപാട് സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ എന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ മായ കിട്ടും. മറിച്ച് മായയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ
ഒക്കെ എനിക്ക് കിട്ടും. ഇപ്പൊ തർക്കം ഒന്നേ ഉള്ളൂ, എല്ലാം എനിക്ക് കിട്ടണോ അതോ മായയ്ക്ക് കിട്ടണോ എന്ന്. എല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോയ ഇളയച്ചന്റെ മകളല്ലേ മായ. അപ്പൊ പിന്നെ എനിക്കല്ലേ എല്ലാം കിട്ടേണ്ടത്. മായയെ ഞാൻ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് അയക്കാം. വാ. മായേ, കഴിഞ്ഞു. മായ എന്തിനാ കരയുന്നത്? മഹാദേവൻ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ. ഇതെന്റെ വിധിയാണ്. ഇതിന്റെ ശിക്ഷ മഹാദേവൻ ഏറ്റുവാങ്ങരുത്. മായ ഈ അവസ്ഥയെ തനിച്ചാക്കിട്ട് ഞാൻ പോവില്ല. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇത് അവന്റെ വിധിയാ. മായ ധൈര്യമായിട്ടിരിക്കേ. നമുക്ക് ഈ ഡെഡ് ബോഡിയും കാറും ആരും കാണാതെ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയാം. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. വാ. എന്റെ ഒടയ തമ്പുരാനെ, ഒമ്മാരത്തിലാ എന്റെ പുറകെ വരുന്നേ. ചിക്ക മുഴുവൻ തളർത്ത് കാണും. എന്താണോ ഇവിടെ? അത് അല്ല, എടുത്തോണ്ട് പോണോ ഇവിടുന്ന്? അതെ സാർ, അതേ നമ്പർ കാർ തന്നെയാണ്. ചേസിംഗ് പുള്ളിയാണ് സാർ. അവൻ പിഴ തരുന്നില്ല. ഓക്കെ സാർ. വിശന്ന് കുടല് കരിയുന്നു. ഇതൊന്ന് തിന്നാൻ പോലും ഈ പോലീസുകാർ സമ്മതിക്കുന്നില്ലല്ലോ. എന്താണോ വണ്ടി ഇവിടെ കൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ മൂത്രമൊഴിക്കാൻ. എടുത്തോണ്ട് പോടോ.